തിരുവചനം തിരുവചനം. പ്രിയപ്പെട്ടവരെ, ദൈവകൃപ നിറഞ്ഞ നല്ല ദിനങ്ങൾക്കായി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായും ഞാൻ ചിലപ്പോഴൊക്കെ സാധാ ജനത്തിലൂടെ ജീവിക്കുമ്പോൾ ചിന്തിക്കും, നമ്മുടെ 12 മാസങ്ങളിൽ ഏറ്റവും പ്രാർത്ഥന ഉയരുന്ന മാസം ഏതാണെന്ന്. എനിക്കൊരു സംശയമില്ലാതെ പറയാൻ സാധിക്കും, അത് ഒക്ടോബർ മാസമാണെന്ന്. കാരണം അനേകം വിശുദ്ധർ നിരന്ന് നിൽക്കുന്ന ഒരു മാസമാണത്. 1-ാം തീയതി ആരംഭിക്കുമ്പോഴേ വിശുദ്ധ കുറ്റത്രസ്യയോടെ ആരംഭിച്ചു. 4-ാം തീയതി ആകുമ്പോഴേ നമുക്കറിയാം അസീസിലെ ഫ്രാൻസിസിനെ ഓർത്തു നമ്മൾ. അതിനുശേഷം വരുമ്പം കുഞ്ഞച്ചൻ എന്ന വിശുദ്ധനെ ഓർത്തു. ആവിലായാലും അമ്മ ത്രേസ്യയെ 15-ാം തീയതി ഓർത്തു. ഒക്ടോബർ അവസാന ദിനങ്ങളിൽ വരുമ്പോൾ ധാരാളം വിശുദ്ധരെ നമ്മൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതിനേക്കാൾ ഉപരിയായി ഒക്ടോബർ മാസം നമ്മുടെ എല്ലാ ദേവാലയങ്ങളിലും ആഘോഷമായി ജപമാല ചെല്ലുന്ന മാസവും കൂടിയാണ്. 10 ദിവസം ആഘോഷമായ ജപമാല ചെല്ലുന്നതിനെ കൊന്ത നമസ്കാരം എന്നൊക്കെ വിളിച്ച ആ പഴയ വിശ്വാസത്തിൽ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥന ഉയരുന്ന ഈ മാസമാണ് സഭ മിഷൻ മാസമായി മാറ്റിവെക്കുകയും ചെയ്യുന്നത്. ഒക്ടോബർ മാസമാണ് നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും മിഷൻ പ്രവർത്തനങ്ങൾ ചിന്തിക്കുവാനും വേണ്ടി സഭ മാറ്റിവെച്ചിരിക്കുന്ന മാസം. പ്രത്യേകിച്ച് 2019 കുറിച്ച് പറഞ്ഞു വെക്കുന്നത് അസാധാരണമായ പ്രേക്ഷിത മാസമെന്നാണ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഈ വർഷം 2019 ഒക്ടോബർ മാസം അസാധാരണമായ പ്രേക്ഷിത മാസമായി നമ്മൾ ആചരിക്കണമെന്നും അതിനു വേണ്ടിയിട്ട് ഔദ്യോഗികമായ ഒരു ലേഖനം മാർപ്പാപ്പയുടെ ലേഖനം ഇറങ്ങിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് പഠനക്കുറിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. അത് ജനത്തിന് മുഴുവൻ ചിന്തിക്കാനും പഠിക്കാനും പ്രാവർത്തികമാക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ വർഷം ഈ അസാധാരണ പ്രേക്ഷിത മാസത്തിൽ നമ്മൾ പ്രത്യേകമായി ഓർമ്മിക്കുന്ന വിഷയം വിശ്വാസം സ്വീകരിച്ച മാമോദിസ സ്വീകരിച്ച മുഴുവൻ പേരും ഐക്യപ്പെട്ടവരാണ്. ബാപ്റ്റൈസ്ഡ് ആൻഡ് സെൻറ്റ് എന്നാണ് മാർപ്പാപ്പ പറയാം. മാമോദിസ സ്വീകരിച്ച മുഴുവൻ പേരും ഐക്യപ്പെടുകയാണ്, യേശുവിനെ ഐക്യപ്പെടുന്നവരായി തീരുകയാണ്. മാത്രമല്ല സഭ ഈ കാലഘട്ടത്തിൽ തൻ്റെ ദൗത്യമായി ഏറ്റെടുക്കുന്നത് ചർച്ച് ഓഫ് ക്രൈസ്റ്റ് ഓൺ മിഷൻ ഇൻ ദ വേൾഡ് എന്നാണ്. ക്രിസ്തുവിൻ്റെ സഭ തൻ്റെ ദൗത്യം ഈ ലോകത്ത് എങ്ങനെ നടപ്പിലാക്കും ചിന്തിക്കാനും കൂടെയാണ്. അതായത് ലോകത്തെമ്പാടുമായി കിടക്കുന്ന മുഴുവൻ ദൈവമക്കളെയും ഒരു പ്രേക്ഷിത ആഭിമുഖ്യത്തിലേക്ക് വളർത്തുവാനായി പ്രത്യേകമായി മാർപ്പാപ്പ ഈ ഒക്ടോബർ മാസം ആഹ്വാനം ചെയ്തിരിക്കാം. ഇത് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഓർമ്മകളിലേക്ക് ഒന്നും കൂടെ കൊണ്ടുവരാമെന്ന് ഞാൻ ആഗ്രഹിക്കാം. നമുക്കറിയാം ഈശോയുടെ ഏറ്റവും അവസാനത്തെ സന്ദേശം എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അവസാനിപ്പിക്കുന്ന വചനം നമുക്കറിയാം. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും എൻ്റെ സുവിശേഷം പ്രസംഗിക്കുവിൻ. എല്ലാവരെയും ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവരുമെന്നാണ്. സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ല വിശേഷം. ഈ നല്ല വിശേഷം എന്താണ്? യേശു ചെയ്തതും പറഞ്ഞതുമാണ് വിശേഷം. നമ്മളൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ആ വീട്ടിൽ ചെന്നതിൻ്റെ വിശേഷം നമ്മൾ പറയും. അവർ പറഞ്ഞതും ചെയ്തതുമായ കാര്യം വിശേഷം. എങ്കിൽ യേശു ഈ ഭൂമിയിൽ ചെയ്ത കാര്യവും പറഞ്ഞ കാര്യവുമാണ് വിശേഷമായി നൽകേണ്ടത്. എന്നിട്ട് യേശു ആവശ്യപ്പെട്ടു, ജ്ഞാനസ്നാനം കൊടുക്കുവിൻ. ജ്ഞാനസ്നാനം എന്ന് പറഞ്ഞാൽ ആളെ കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കുന്നതല്ല. ജ്ഞാനസ്നാനം എന്ന് പറഞ്ഞാൽ അറിവ് കൊണ്ട് സ്നാനം കൊടുക്കണം, അതായത് കുളിപ്പിക്കണം. ഒരു പുതിയ അറിവിലേക്ക് അവർ വളരണം. യേശുവിലൂടെ നിനക്ക് രക്ഷയും സമാധാനവും സന്തോഷവും ലഭിക്കുമെന്ന് ഈ ലോകത്തിലുള്ള മുഴുവൻ പേരെയും അറിയിക്കുവാനുള്ള ഒരു ദൗത്യമാണ് ഓരോ മാമോസ് സ്വീകരിച്ച വ്യക്തിക്കുമുള്ളത് എന്നാണ് മാർപ്പാപ്പ ഈ കാലഘട്ടത്തിൽ നമുക്കൊക്കെ നൽകുന്ന സന്ദേശം. അതുകൊണ്ട് ഈ ഒക്ടോബർ മാസത്തെ വളരെ തീക്ഷ്ണതയോടെയും തീവ്രതയോടെയും നമ്മൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് നിങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ളത്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, ഞാൻ യേശു ക്രിസ്തു രക്ഷകനും നാഥനുമായി വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ഈ വിശ്വസിക്കുന്ന വ്യക്തി എൻ്റെ ആ വിശ്വാസം മറ്റുള്ളവരോട് അറിയിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അതായത് ഒരു പ്രേക്ഷിത വിശ്വാസം, പ്രേക്ഷിത തീഷ്ണത നമ്മൾ കൊണ്ടുനടക്കണം.
വിശ്വാസം പ്രഘോഷിക്കപ്പെട്ടേ പറ്റൂ. അതുകൊണ്ടാണ് സഭ എന്നും പഠിപ്പിച്ചത് സഭ അടിസ്ഥാനപരമായ പ്രേക്ഷിതയാണെന്നും. അതായത് തൻ്റെ ഒരു അനുഭവം പങ്കുവയ്ക്കാതിരിക്കാൻ പറ്റില്ല. ഞാനൊരു നല്ല സിനിമ കണ്ടാൽ ആ സിനിമ നല്ലതാണെന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറയാം. ഇന്നൊക്കെ പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യപ്പെടുകയും ചെയ്യാം. ഞാനൊരു നല്ല പാട്ട് കേട്ടാൽ ഞാൻ ആ പാട്ടിനെക്കുറിച്ച് എല്ലാവരും പറയാം. എങ്കിൽ ഇതുപോലെ തന്നെ ഞാൻ സ്വീകരിച്ച വിശ്വാസം എനിക്ക് ഹൃദ്യവും സുന്ദരവും ശ്രേഷ്ഠവുമായി മാറുമ്പോൾ ആ വിശ്വാസത്തെക്കുറിച്ച് എല്ലാവരും പറയാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഇതാണ് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു വെക്കുന്നത്. അത് ചെന്ന് ആരെങ്കിലും നിർബന്ധമായി മാമോസം മുക്കുകയോ ആളുകളെ എണ്ണ ചേർക്കുകയോ ചെയ്യുന്നതിനെക്കുറിച്ചല്ല. മറിച്ച് ഞാൻ ഈ പ്രേക്ഷിത തീക്ഷ്ണത നടപ്പിലാക്കേണ്ടത് വ്യത്യസ്തമായ മനോഭാവങ്ങളുടെ 4 കാര്യങ്ങളെക്കുറിച്ച് ഈ മാസം ഒക്ടോബർ മാസം പ്രത്യേകമായി താല്പര്യം നമ്മൾ കാണിക്കണമെന്ന് മാർപ്പാപ്പ ആവശ്യപ്പെടുന്നുണ്ട്. ഈ അസാധാരണമായ പ്രേക്ഷിത മാസത്തിൽ ഓരോ വ്യക്തിയും ക്രൈസ്തവ വ്യക്തിയും 4 കാര്യങ്ങൾക്ക് പ്രത്യേക ഊന്നൽ കൊടുക്കും. ഒന്ന്, ദൈവവുമായുള്ള പ്രത്യേകമായ ബന്ധം. ദൈവവചനം വായിച്ചും പ്രാർത്ഥിച്ചും ധ്യാനിച്ചും കൂദാശകൾ സ്വീകരിച്ചും ദൈവവുമായി കുറേ കൂടെ അടുപ്പം ഞാൻ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അടുപ്പുകല്ലിനോട് അടുത്തിരിക്കുന്നവർക്ക് ആ ചൂട്, അകന്നിരിക്കുന്നവർ ചൂടില്ല. അടുത്തിരിക്കുന്നവർക്ക് ആ ചൂട് മറ്റുള്ളവർക്ക് പകരാനും പറ്റുള്ളൂ. അതുകൊണ്ട് കർത്താവിനോട് ചേർന്നിരിക്കുന്ന ഒരു ആത്മീയ അടിത്തറയാണ് ഞാൻ ഏറ്റവും ആദ്യം വളർത്തിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായ ദൈവബലിയും വചനം വായിക്കുന്നത്, എൻ്റെ അനുദിന കുമ്പസാരങ്ങൾ, എൻ്റെ ശുശ്രൂഷകളിലൂടെ ദൈവവുമായി ഞാൻ കുറേയും കൂടി അടുത്ത് വരണം. അതുകൊണ്ട് ഈ അസാധാരണമായ പ്രേക്ഷിത മാസത്തിൽ വചനം കേൾക്കുന്ന ഓരോരുത്തരും മനസ്സിൽ കൊണ്ടുവരേണ്ട ചിന്ത ചെയ്താണ്, ഈ മാസം എൻ്റെ വ്യക്തിപരമായ ആത്മീയത കുറേയും കൂടെ ശക്തിപ്പെടുത്താനുള്ള മാസമാണ്. അതിനെ സഹായിക്കുന്ന രീതിയിൽ എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാം. ഞാനെന്നും ജപമാലയെല്ലാം, ഞാനെന്നും വചനം വായിക്കാം. പറ്റുമെങ്കിൽ ഈ മാസം ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തിൽ പോയി ഒരു ധ്യാനമൊക്കെ കൂടി കുറേയും കൂടെ ആത്മീയ ഉണർവിലേക്ക് എത്താൻ പരിശ്രമിക്കും. എങ്കിലും ഒന്നാമത്തെ എൻ്റെ പ്രവർത്തന ശൈലി അതായിരിക്കണം, ദൈവവുമായുള്ള ആഴത്തിലുള്ള ഒരു ബന്ധം ഞാൻ സൂക്ഷിച്ചെടുക്കണം. രണ്ടാമതായി, ഞാൻ ജീവിക്കുന്ന സമൂഹത്തിൽ ഒരു സ്വാഭാവികമായ നന്മയുടെ ജീവിതം കൊണ്ട് തന്നെ ഞാനൊരു സാക്ഷ്യം വഹിക്കണം. ആരോടും പ്രത്യേകിച്ചൊന്നും പറയാതെ തന്നെ എൻ്റെ നന്മയുടെ ജീവിതം, അതുതന്നെയാണ് എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ നന്നായി ചെയ്ത് എൻ്റെ കർത്തവ്യങ്ങൾ നന്നായി അനുഷ്ഠിച്ച് ഞാനൊരു സാക്ഷ്യമായി മാറുക. അധ്യാപകൻ നന്നായി പഠിപ്പിക്കുമ്പോൾ അതൊരു സാക്ഷ്യമാണ്. ഒരു ഉദ്യോഗസ്ഥൻ നന്നായി ജോലി ചെയ്യുമ്പോൾ അതൊരു സാക്ഷ്യമാണ്. ഒരു നേഴ്സ് നന്നായി ശുശ്രൂഷ ചെയ്യുമ്പോൾ അതൊരു സാക്ഷ്യമാണ്. ഓരോരുത്തരും അവിടെ ജീവിത അന്തസ്സ് ചേർന്ന വണ്ണത്തിൽ ഏറ്റവും മാന്യമായി വിശുദ്ധമായി ജീവിക്കുമ്പോൾ അതൊരു വലിയ സുവിശേഷ പ്രഘോഷണമായി മാറുകയാണ്. ക്രൈസ്തവ സാക്ഷ്യത്തിൻ്റെ ജീവിതം നമുക്കറിയാം. ഒരു പഞ്ചസാര, ഒരു മധുരക്കട്ട ആരോടൊന്നും പറയണ്ട, അതിൽ തന്നെ ഉറുമ്പിനെ ആകർഷിക്കും. മഹാത്മാഗാന്ധിയുടെ വാചകം നമ്മൾ കേട്ടിട്ടില്ലേ, റോസപ്പൂ ഒരു പ്രസംഗം നടത്താതെ എല്ലാവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുമെന്നും. എങ്കിലും ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും ഏറ്റവും മാന്യമായൊരു ജീവിതം നയിക്കാൻ നമുക്ക് പരിശ്രമിക്കണം. അശുദ്ധിയില്ലാത്ത, അസ്വസ്ഥതയില്ലാത്ത ഈ സമൂഹത്തിൽ ഏതൊരും ആകർഷിക്കാൻ കഴിയുന്ന ഒരു മാന്യമായ ജീവിതത്തിൽ തന്നെ നമ്മൾ വിശ്വാസത്തിന് വലിയ സാക്ഷ്യം വഹിക്കാം. ചിലപ്പോഴൊക്കെ സംഭവിച്ചു പോകുന്നത് നമ്മുടെ പലരുടെയും മോശമായ ജീവിതവും മോശമായ പ്രവർത്തനങ്ങളെ കൊണ്ട് തന്നെയാണ് നമ്മുടെ വിശ്വാസം അപമാനിക്കപ്പെടുന്നത്. ചിലപ്പോൾ ഏതെങ്കിലും ഒരാളായിരിക്കാം, ആ ഒരാളുടെ പ്രവർത്തനം കൊണ്ട് എല്ലാവരും താറടിക്കപ്പെടുന്ന കാലഘട്ടമാണ്. ഏതെങ്കിലും വൈദികന് അപജയമുണ്ടായാൽ എല്ലാ വൈദിക ജീവിതത്തെക്കുറിച്ചും ആളുകൾ തെറ്റിദ്ധരിച്ചു പോകുന്നു. ഏതെങ്കിലും സന്യാസിക്കുണ്ടാകുന്ന പ്രശ്നം മൂലം സന്യാസ ജീവിതം മുഴുവൻ അവഗണിക്കപ്പെടുന്നു. ഏതെങ്കിലും ഇടയന്മാർക്കുണ്ടാകുന്ന പാളിച്ച മൂലം എല്ലാ ക്രൈസ്തവ നേതാക്കന്മാരും പാളിച്ചവരുള്ളതാണെന്ന് ജനം തെറ്റിദ്ധരിക്കുന്നു. അതുകൊണ്ട് ഓരോ വ്യക്തിയും ചിന്തിക്കണം, എൻ്റെ വ്യക്തിപരമായ വിശുദ്ധിയുടെ ജീവിതമാണ് ഒരു വലിയ സാക്ഷ്യം. ഇന്ന് ക്രൈസ്തവ സമൂഹം നമ്മൾ ധാരാളം കാരുണ്യ പ്രവർത്തികളുടെ ഒരുപാട് ശുശ്രൂഷ ചെയ്യുന്നുണ്ടെങ്കിലും ഈ ദുർസാക്ഷ്യവും എതിർസാക്ഷ്യവും കാരണം പലപ്പോഴും നമ്മൾ ഇന്ന് വിചാരണ ചെയ്യപ്പെടുക. മാധ്യമലോകം നമ്മളെ ചവിട്ടി തേക്കുന്നത്, പലപ്പോഴുമൊക്കെ നമ്മളെ അവഹേളിക്കുന്നതിനൊക്കെ കാരണം നമ്മൾ ചില ആളുകളുടെ
അത് ഏറ്റവും മേൽത്തട്ടി തൊട്ട് ഏറ്റവും താഴ്ന്ന തട്ടി വരെയുള്ള നമ്മുടെ പലരുടെയും ദുർമാതൃകൾ കാരണമാണ്. അത് മദ്യപിക്കുന്ന വ്യക്തിയായിരിക്കാം, മോഷ്ടിക്കുന്ന വ്യക്തിയായിരിക്കാം, കള്ളത്തരം പറയുന്ന വ്യക്തിയായിരിക്കാം, അധിക്ഷേപിക്കുന്ന വ്യക്തിയായിരിക്കാം, പീഡിപ്പിക്കുന്ന വ്യക്തിയായിരിക്കാം. നിന്റെ ദുർമാതൃകൾ കാരണം നിന്റെ വിശ്വാസവും മതത്തെ തന്നെ എല്ലാവരും അവഗണിക്കാൻ തുടങ്ങും. ചില ആളുകൾ മോശം പെരുമാറുമ്പോൾ ഇങ്ങനത്തെ മതത്തിലാണോ ഞാൻ ചേരേണ്ടതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് ഉത്തരവില്ലാതായി തരും. മദ്യപാനം നിർത്തിയവൻ പിന്നെ മദ്യപിച്ചു തുടങ്ങുമ്പോൾ ഏതെങ്കിലും ആളുകളോട് നീ ധ്യാനിക്കാൻ പോകാൻ പറയുമ്പോൾ അവൻ പറയും ഉത്തരം എന്താ? ധ്യാനം കൂടിയവനൊക്കെ പിന്നെയും കൂടി തുടങ്ങി, പിന്നെ ഞാൻ ധ്യാനിക്കാൻ പോകുന്നതാണ്. അതായത് നിൻ്റെ ഒരു പാളിച്ച അനേകരെ ദൈവസ്നേഹത്തിലേക്ക് ആകർഷിക്കാൻ തടസ്സമായി നിൽക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ട രണ്ടാമത്തമായ പ്രത്യേകമായി ഞാൻ പറഞ്ഞു വെക്കുന്നത് ഒരു സാക്ഷ്യത്തിൻ്റെ ജീവിതത്തേക്ക് ചിന്തിക്കണം. മൂന്നാമതായി പ്രധാനമായി ചിന്തിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ദൈവികമായ ഒരു പ്രേക്ഷിത മനോഭാവം രൂപപ്പെട്ടു വരണം. ഞാൻ സഭയുടെ പഠനങ്ങൾക്കനുസരിച്ചും സഭാധികാരികളുടെ വചനങ്ങൾക്കനുസരിച്ചും ഞാൻ പ്രേക്ഷിതനായി പെരുമാറേണ്ടതാണ് എന്നൊരു ചിന്ത, ഒരു ഫോർമേഷൻ എൻ്റെ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കണം. എങ്കിലേ ഞാൻ പലതും ചെയ്തു തുടങ്ങിയുള്ളൂ. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യണമെന്നും സുവിശേഷം പ്രഘോഷിക്കുകയാണ് ചിന്ത. ഇന്ന് പല ആളുകൾക്കും ആ ഒരു അവബോധമില്ല. ആ അവബോധമുള്ളിൽ കയറി വന്നാൽ മാത്രമേ അവർക്ക് മറ്റുള്ള പങ്ക് പറ്റുള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് വൈദികരും സമർപ്പിതരായിരിക്കുന്നവർ തങ്ങളുടെ ഇടങ്ങളിലേക്ക് ഒതുങ്ങിപ്പോകരുത്. പ്രേക്ഷിത വേല ചെയ്യാനുള്ള ഒരു അവബോധത്തിലേക്ക് അവർ കടന്നു വരണം. ഈ ഒരു പ്രേക്ഷിത രൂപീകരണം, ഒരു ഫോർമേഷൻ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കണം. ഇതാണ് മൂന്നാമത്തെ തലം. നാലാമത്തെ തലമാണ് വളരെ പ്രധാനമായി നമ്മൾ ഉദ്ദേശിക്കുന്നത്, കരുണയുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ഈ ലോകം എന്നും കരുണയ്ക്കും നന്മയ്ക്കുമായി കാത്തിരിക്കാം. അതായത് സ്വാർത്ഥതയില്ലാതെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനുള്ള ഓരോ സംഭവങ്ങളെയും സംരംഭങ്ങളെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ആ സ്വാർത്ഥതയില്ലാത്ത ശുശ്രൂഷയുടെ മേഖലകളായി നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും മാറണം. നമ്മുടെ സ്കൂളുകളും കോളേജുകളും നമ്മുടെ ആശുപത്രികളും അനാഥാലയങ്ങളും നമ്മുടെ എല്ലാ വൃദ്ധമന്ദിരങ്ങളും നമ്മുടെ കുഞ്ഞ് നേഴ്സറി സ്കൂളുകൾ വരെയും അത് ഓർക്കണം. അത് കാരുണ്യവും നന്മയും ലോകത്തിൽ കൊടുക്കുന്ന ഒരു ഇടമായി മാറുകയാണ്. അത് കാണുമ്പോൾ അനേകർക്ക് തോന്നും ഇത്രയും നന്മയോടെ ശുശ്രൂഷ ചെയ്യുന്ന ഇവരുടെ വിശ്വാസത്തിലേക്ക് ഞാനൊന്ന് കടന്നു വന്നാലോന്നും. അതായത് അസാധാരണമായ പ്രേക്ഷിത മാസത്തിൽ നമ്മളെല്ലാ ടൗണുകളിൽ കൂടെ പോയി പ്രസംഗിക്കാനോ അല്ലെങ്കിൽ നമ്മൾ മറ്റ് മാസത്തെ മുഴുവൻ പിടിച്ചുകൊണ്ട് മാമോസം വെക്കാനോ ഒന്നും അല്ല സഭ ആവശ്യപ്പെടുന്നത്. അത് എൻ്റെ മനസ്സിലുണ്ടാകേണ്ട ഒരു പ്രേക്ഷിത ആഭിമുഖ്യം മാത്രമാണ്. ഞാൻ വ്യക്തിപരമായി ദൈവത്തിൽ അടുത്ത് നിൽക്കുകയും ഞാനൊരു സാക്ഷ്യമായി മാറുകയും എൻ്റെ ഉള്ളിൽ പ്രേക്ഷിത തീഷ്ണത രൂപപ്പെടുകയും ചെയ്യുമ്പോൾ ഞാൻ നന്മയുടെ പ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങും. ഈ നന്മയുടെ പ്രവർത്തികൾ അതിൽ തന്നെ വലിയൊരു പ്രഘോഷമായി മാറും. ഇന്ന് നമ്മുടെ മേഖലകളിൽ അനേകം ആളുകൾ ഇത്തരം ശുശ്രൂഷ ചെയ്തു വെക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശ്വാസികളായ മുഴുവൻ മനുഷ്യരും ചെയ്തു വെക്കേണ്ടതാണിത്. ഓരോ വ്യക്തിയും പ്രത്യേകിച്ച് നാലാമത്തെ മേഖലയിൽ കാരുണ്യത്തിൻ്റെ കുഞ്ഞു ശുശ്രൂഷകൾ ചെയ്യാൻ നമ്മളെല്ലാവരും മനസ്സിൽ തയ്യാറാകണം, പഠിപ്പിക്കണം. ഏത് വേദനിക്കുന്ന മനുഷ്യനും ആശ്വാസം കൊടുക്കാനുള്ള ദൗത്യം എനിക്കുണ്ട് എന്ന് എല്ലാ കാലത്തും നമ്മൾ കൊണ്ടെടുക്കണം. വിശുദ്ധ ഗ്രന്ഥം അങ്ങോളം ഇങ്ങോളം വായിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ അനുഭവത്തിൽ ഓർത്തു വെക്കും, എത്രയോ കുഞ്ഞു കാര്യങ്ങൾ വരെ ബൈബിള് വളരെ ശ്രേഷ്ഠതയോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കടം വാങ്ങാൻ വരുന്നതുകൊണ്ട് നീ പുച്ഛിച്ച് തള്ളരുത്, അവനെ നാളത്തേക്ക് മാറ്റി വെക്കരുത്, അവൻ്റെ പുതപ്പ് നീ പണയം പിടിക്കരുത്, അവനെ വെയിലത്ത് നിർത്തരുത്. അതായത് ഈ വചനങ്ങളൊക്കെ കുറിച്ച് വെക്കുമ്പോൾ ബൈബിൾ കുറിച്ച് വെച്ച ദൈവാത്മാവിൻ്റെ മനസ്സ് പ്രകടമാകുക. അതായത് ജീവിതത്തിൽ എല്ലാ മേഖലയും ഓരോ വ്യക്തിയും ചിന്തിക്കണം, ഞാൻ മറ്റുള്ളവരെ ശുശ്രൂഷിക്കേണ്ടവനാണ്. എന്നാൽ ആവുന്ന വിധത്തിൽ ഓരോരുത്തരും പരസ്പര ഭാരങ്ങൾ വഹിക്കണം, മറ്റുള്ളവരെ സഹായിക്കണം, വിശക്കുന്നതിനുമായി ആഹാരം പങ്കുവയ്ക്കണം, അവനെ വെറുതെ ഇരുത്തരുത് എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ അതായത് ഏറ്റവും നിസ്സാരമായ കാര്യങ്ങൾ തൊട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരെ എന്നും മനസ്സ് സൂക്ഷിച്ചുകൊണ്ടിരിക്കണം. ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ ഓർത്തു വെക്കണം, ഞാൻ കൊണ്ടെടുക്കേണ്ട മൂല്യബോധത്തിൽ ഇത് പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ
മറ്റുള്ളവർ കാണിക്കുന്ന ഓരോ കാരുണ്യ പ്രവൃത്തിയും നമ്മുടെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാന ശിലകൾ മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇത്തരം കാരുണ്യ പ്രവർത്തനം. ലേവ്യരുടെ പുസ്തകം 19-ാമത്തെ അധ്യായത്തിൽ ഞാനിങ്ങനെ 14-ാം വചനം തൊട്ട് വായിക്കും. നിങ്ങൾ അയൽക്കാരനെ മർദ്ദിക്കുകയോ കൊള്ളയടിക്കുകയോ അരുത്. കൂലിക്കാരന് വേദന നൽകാൻ പിറ്റേന്ന് രാവിലെ വരെ നീ കാത്തിരിക്കരുത്. ചെകിടരെ ശപിക്കുകയോ കുരുടൻ്റെ വഴിയിൽ തടസ്സം നിൽക്കുകയോ അരുത്. അനീതിയായി വിധിക്കരുത്. ദരിദ്രനോട് ദാക്ഷിണ്യമോ ശക്തനോട് പ്രത്യേക പരിഗണനയോ കാണിക്കാതെ അയൽക്കാരെ നീതിപൂർവ്വം വിധിക്കണം. ഏഷ്ണി പറഞ്ഞു നടക്കുകയോ അയൽക്കാരൻ്റെ ജീവനെ അപകടത്തിലാക്കുകയോ അരുത്. സഹോദരനെ ഹൃദയം കൊണ്ട് വെറുക്കരുത്. അയൽക്കാരനെ ശാസിക്കണം, അല്ലെങ്കിൽ നീ തെറ്റുകാരനാകും. നിന്റെ ജനത്തോട് പകയോ പ്രതികാരമോ പാടില്ല. നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിക്കും. അതായത് എത്രയോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെയാണ് ദൈവവചനം നമ്മോട് ആവശ്യപ്പെടുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു പ്രേക്ഷിത തീഷ്ണത നമ്മൾ വളർന്നു വരണം. ഞാൻ പ്രായോഗികമായി ഈ വചനം കേൾക്കുന്ന മുഴുവൻ ആളുകളോടും ഈ ഒക്ടോബർ മാസം പ്രത്യേകമായി ഞാൻ ആവശ്യപ്പെടുന്ന 3-4 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇന്ന് നമ്മുടെ ഭാരതത്തിൻ്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഉത്തരേന്ത്യൻ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും വളരെ ദുഷ്കരമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, അവിടെ ഈ സ്കൂളുകളും സ്ഥാപനങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്നതാണ്. മതതീവ്രവാദവും വർഗീയതയും വളർന്നു വരുന്ന കാലഘട്ടങ്ങളിൽ അവിടെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് വളരെ ദുഷ്കരമായ ദൗത്യമാണ്. എങ്കിലും ധീരതയോടെയും വിശ്വാസത്തോടെയും ഇത് ചെയ്തു വെക്കുന്ന ആയിരം വൈദികരും സമർപ്പിതരും ശുശ്രൂഷകരുമുണ്ട്. തീർച്ചയായും നമ്മൾ അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനുള്ള മാസം കൂടിയാണ് ഈ ഒക്ടോബർ മാസം. കേരളത്തിന് പുറത്ത് വിവിധ സ്ഥലങ്ങളിൽ വിവിധങ്ങളായി ശുശ്രൂഷ ചെയ്യുന്ന നമ്മുടെ എല്ലാ സഹോദരന്മാരോടും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങൾക്കൂടെ കൂടിയുണ്ട് എന്നൊരു ധൈര്യം കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ചില മിഷൻ പ്രവർത്തന മേഖലകളിൽ തീർച്ചയായും വളരെയധികം വിഷമിക്കുന്ന സമൂഹങ്ങളുണ്ട്. അവരെയൊക്കെ സന്ദർശിക്കാനും ആശ്വസിപ്പിക്കുവാനും പങ്കുവയ്ക്കാനും നമ്മൾ തയ്യാറാണ്. നമ്മുടെ മഹാനഗരങ്ങളിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും ആശുപത്രികളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അവരൊരുവിധം സ്വയം പര്യാപ്തരെത്തിയിരിക്കുന്നു. പക്ഷേ ജാർഖണ്ഡിലെയും ഒറീസയിലെയും അല്ലെങ്കിൽ ഉത്തരാഞ്ചലിലെയൊക്കെ മധ്യപ്രദേശിലൊക്കെ ഗ്രാമങ്ങളിൽ തീരെ വിഷമിക്കുന്ന ആളുകളുണ്ട്. അവരോടുള്ള പക്ഷം ചേരൽ നമ്മൾ നടത്തേണ്ടതുണ്ട്. അവിടെയൊക്കെ പല സ്ഥലങ്ങളിലും സാമ്പത്തിക മിഷൻ പ്രവർത്തനം തടസ്സപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് പറ്റുന്നവർ ആ മിഷൻ പ്രവർത്തനത്തോട് താല്പര്യം കാണിച്ച് അവർക്കൊണ്ട് സാമ്പത്തികമായി സഹായിക്കണം. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഈ വർഷം മിഷൻ പ്രവർത്തനത്തിന് താല്പര്യത്തോടെ കുറേ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ കുറേ ഇടയന്മാരെങ്കിലും തയ്യാറാണ്. ഞാൻ എൻ്റെ മനസ്സിലെ സ്വപ്നവും ചിന്തയുമായിരിക്കാം വൈദികരും സിസ്റ്റേഴ്സും ആയിരിക്കുന്നവർ കുറേ പേരെങ്കിലും ഈ വർഷം മിഷൻ സന്ദർശിക്കണം. ഈ കേരളത്തിൻ്റെ ഇട്ടാവട്ടങ്ങളും സുഖങ്ങളും പള്ളിമേടകളും ഗവൺമെൻറ്റുകളും മതിലുകളും ഇതാണ് ജീവിതമെന്ന് സമർപ്പിത ജീവിതമെന്ന് ചിന്തിക്കരുത്. പല ഗ്രാമങ്ങളിലും വേരുകളില്ലാതെയും മതിലുകളില്ലാതെ ജീവിക്കുന്ന അനേക വൈദിക സിസ്റ്റേഴ്സ് ഉണ്ട്. നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും പോയ വ്യക്തി എന്ന നിലയിൽ അനുഭവം കൊണ്ട് പങ്കുവയ്ക്കുന്ന. അതുകൊണ്ട് തീർച്ചയായും മിഷൻ സ്ഥലങ്ങൾ സന്ദർശിക്കണം. സന്ദർശനം നൽകുന്ന അറിവുണ്ട്. ചിലപ്പോഴൊക്കെ മിഷൻ സ്ഥലത്ത് ചെന്നപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ എനിക്ക് തോന്നി അവിടുത്തെ പള്ളി എന്ന് പറയുന്നത് വെറും കാട്ട് തൂണുകളൊക്കെ കയറ്റിവെച്ച് പുല്ല് പഞ്ഞതുപോലെ സ്ഥലങ്ങളാണ്. നമ്മുടെ ഒരു സ്ഥലത്തെ നമ്മുടെ കേരളത്തിലെ ഒരു പള്ളിയിലെ മാമോസത്തൊട്ടി അല്ല ഒരു കൊടിമരം ഉണ്ടാക്കുന്ന കാശുണ്ടെങ്കിൽ അവിടെ പള്ളി പണിയാം. ഞാൻ ആഫ്രിക്കയിലെ ദരിദ്രമായ കുറേ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് വളരെയധികം വിഷമിക്കുന്ന ക്രിസ്തീയ മക്കൾ വളരെയധികം പീഡനം. പിന്നെ നൈജീരിയ, സുഡാൻ, എത്യോപ്യ തുടങ്ങിയ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അവിടെയൊക്കെ ചെന്നപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഇതേപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെയൊക്കെ ഒരു ചാരുവഞ്ചിൻ്റെ കാശുണ്ടെങ്കിൽ അവിടെ അൾത്താര പണിയും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ചില മിഷൻ സ്ഥലങ്ങൾ അധികാരികളെങ്കിലും സന്ദർശിക്കണം. എല്ലാ വൈദികരും സിസ്റ്റേഴ്സും ഈ വർഷത്തെ ഔട്ടിംഗ് എന്ന് പറഞ്ഞ് പല ബാംഗ്ലൂർക്കും ഊട്ടിക്കും മഹാനഗരങ്ങളിലേക്ക് ഒന്നുമല്ല പോകേണ്ടത്, മിഷൻ ഗ്രാമങ്ങളിലേക്ക് ഒരു തീർത്ഥയാത്ര നടത്തുന്നത് നല്ലതാണ് എനിക്ക് തോന്നുക. അതോടൊപ്പം തന്നെ ഞാൻ പങ്കുവയ്ക്കും, മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥനാപൂർവ്വം ശക്തിപ്പെടുത്തണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനകൾ അവർക്കൊരു ബലവും സംരക്ഷണമായിരിക്കും. അഞ്ചാമതായി, നമ്മുടെ ഇടവകളിൽ നിന്നൊക്കെ മിഷനുകളിൽ പ്രവർത്തിക്കുന്ന
വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ അവധിക്ക് വരുമ്പോൾ, അവർ നല്ല ആത്മായ സഹോദരങ്ങൾ അവധിക്ക് വരുമ്പോൾ അവർക്ക് നമ്മുടെ ഇടവകയിൽ ഒരു സ്വീകരണം ഒരുക്കുകയും തീർച്ചയായും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ ഇടയാക്കുകയും ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ബോംബെയിലും ഡൽഹിയിലും കൽക്കട്ടയിലും ബാംഗ്ലൂരുമുള്ള സ്കൂളുകൾ നടത്തുന്ന മിഷണറിമാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. തനി ഒറീസയിലെയും ജാർഖണ്ഡിലെയും ഒക്കെയുള്ള തനി ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്ന ധാരാളം മിഷണറി വരെയുണ്ട്. അവർക്കൊക്കെ സ്വീകരണവും അംഗീകാരവും കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് എനിക്ക് തോന്നുന്നു. അതോടൊപ്പം തന്നെ നമ്മൾക്കൊക്കെ തന്നെ ചില പ്രത്യേക മേഖലകളിൽ ഈ പ്രേക്ഷിതരോടൊത്ത് പ്രവർത്തിക്കാൻ 1 വർഷമോ 2 വർഷമൊക്കെ പ്രവർത്തിക്കാൻ സാധിക്കും. കേരള സഭയിലെ വൈദികരുടെ ആധ്യാത്മികത വളരണമെങ്കിൽ നിർബന്ധമായി ആദ്യത്തെ 10 വർഷങ്ങൾക്കുള്ളിൽ 1 or 2 വർഷം മിഷൻ പ്രദേശങ്ങൾ ജോലി ചെയ്യാൻ വേണ്ടി കുറേ വൈദികരെ പറഞ്ഞയക്കണം. ഇന്ത്യ മുഴുവൻ സുവിശേഷം പ്രഘോഷിക്കാനും ഇന്ത്യ മുഴുവൻ എല്ലാ ഗ്രാമങ്ങളിലും ഈശോ സാക്ഷ്യമായി എത്താനും എല്ലാ സമർപ്പിതർക്കും അധികാരം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും കേരളത്തിലെ പൗരോഹിത്യ സമൂഹത്തോട് എന്നെപ്പോൾ അച്ഛന്മാർ ഞാൻ പറഞ്ഞു വെക്കുന്നത്, നമുക്ക് പലർക്കുമൊക്കെ 1 or 2 വർഷം ഏതെങ്കിലും മിഷൻ ഗ്രാമത്തിൽ പോയി ജോലി ചെയ്യണം. അതൊരു 50 വയസ്സ് കഴിഞ്ഞാൽ ചിലപ്പോൾ ക്ഷീണം കൊണ്ടും രോഗം കൊണ്ടും പോകാൻ പറ്റില്ലായിരിക്കാം. അതുകൊണ്ട് പൗരോഹിത്യം സ്വീകരിച്ച് ആദ്യത്തെ 10-15 വർഷങ്ങൾക്കുള്ളിൽ എല്ലാ വൈദിക രൂപതാധ്യക്ഷന്മാർ താല്പര്യപൂർവ്വം എടുത്ത് ഒരു ഔട്ടിങ് കൊടുക്കുന്ന പോലെ തീർച്ചയായും മറ്റു നഗരങ്ങളിലേക്ക് വിടണം. അല്ലെങ്കിൽ ഇവിടുത്തെ പള്ളിമേടകളും പള്ളിമുറികളും ഇവിടുത്തെ വലിയ വെസ്റ്റ്മിൻസുമാണ് പൗരോഹിത്യം എന്ന് തെറ്റിദ്ധരിച്ചു പോകും. അതുകൊണ്ട് ഒരു മിഷൻ ചൈതന്യം കൂടെ കിട്ടണം. നിർബന്ധമായി ഒരു ഔട്ടിങ്. എല്ലാ ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ പോലും അവർക്ക് 2 ടൈം അല്ല 1 ടൈം കേരളത്തിന് പുറത്ത് ജോലി ചെയ്യണം. വെറും പണം കൈകാര്യം ചെയ്യുന്ന ബാങ്ക് ഉദ്യോഗസ്ഥന്മാർക്ക് അങ്ങനെയൊക്കെ അവസരങ്ങൾ ഒരുക്കി കൊടുക്കുമെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ സമർപ്പിതവർ വൈദികരും സിസ്റ്റേഴ്സിനുമൊക്കെ 1 ടൈം 3 വർഷം അല്ലെങ്കിൽ 6 വർഷം അല്ലെങ്കിൽ 10 വർഷം എന്തുകൊണ്ട് മിഷൻ ഗ്രാമങ്ങളിലേക്ക് ശുശ്രൂഷയ്ക്കായി പോയിക്കൂടാ? എങ്കിൽ അതേപോലെ തന്നെ ഇടയന്മാർ പോലും മെത്രാന്മാർ പോലും കുറച്ച് ആളുകളൊക്കെ മിഷൻ ദേശങ്ങളിലേക്ക് പോയി നിൽക്കുമ്പോൾ കുറേയും കൂടെയൊക്കെ അവർക്ക് ഈ കാര്യങ്ങൾ ബോധ്യമാകും എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അതുകൊണ്ട് ഈ ഒക്ടോബർ മാസം അസാധാരണ പ്രേക്ഷിത മാസത്തേക്ക് ഒരുങ്ങുമ്പോൾ തീർച്ചയായും ഈ പ്രേക്ഷിത ആഭിമുഖ്യം വളർത്താൻ സാധിക്കണം. ഒരു മിഷൻ ഞായറാഴ്ച പിരിവുകൊണ്ടോ ഒരു റാലി കൊണ്ടൊന്നും ഒതുക്കാതെ കുറേയും കൂടെ മിഷൻ താല്പര്യമുള്ള എല്ലാവരിലേക്കും എത്താൻ നാം തയ്യാറാകണം. പ്രിയപ്പെട്ടവരെ, അത് മറ്റു മതങ്ങളെ അവഹേളിച്ചും പുച്ഛിച്ചും തള്ളിക്കളഞ്ഞുള്ള അവസ്ഥയല്ലേ പറയുന്നത്. നമ്മൾ ഓരോരുത്തരും നമ്മുടേതായ രീതിയിൽ ഒരു പ്രേക്ഷിത ആഭിമുഖ്യം വളർത്തിയെടുക്കാനാണ് പരിശ്രമിക്കേണ്ടത്. മാർപ്പാപ്പ ആഹ്വാനം ചെയ്ത ഈ ഒക്ടോബർ മാസം ഇത്തരം ചിന്തകൾ നമ്മുടെ സമൂഹത്തിലും ഇടവേലും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി ഞാനും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, നിൻ്റെ സഭ അടിസ്ഥാന സ്വഭാവമായി പ്രേക്ഷിതയാണ്. അയക്കപ്പെട്ടവനാണ് നീ, അയക്കപ്പെടുകയാണ് നീ ഞങ്ങളെല്ലാവരെയും. ലോകത്തെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷിത പ്രവർത്തകരെയും ഞങ്ങൾ നിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. അവർക്കെല്ലാവർക്കും ആശ്വാസവും ബലവും കൊടുക്കണമേ. ഈ സമ്പത്തിൻ്റെ ഇട്ടാവട്ടങ്ങളിൽ കടന്ന് കറങ്ങാതെ വേദനയും വിഷവും അനുഭവിക്കുന്ന ആയിരക്കണക്കിന് മിഷണറിമാരോട് പങ്കുചേർന്ന് പ്രവർത്തിക്കുവാനും സന്ദർശിക്കുവാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും കേരള സഭയെ നീ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.